കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ഒന്ന് പറഞ്ഞേ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ആദരിക്കുക, ആദരിക്കപ്പെടുക. ആദരിക്കുക, ആദരിക്കപ്പെടുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഫാത്തിമയുള്ള വീട് സമാധാനമുള്ള വീടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ഫാത്തിമ ബീവിയുള്ള വീട് സമാധാനമുള്ള വീടാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിന്റെ പേര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദീനും തഖ്വയും ഉള്ള വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്. ഇത് എന്തിനാ ഇവിടെ സൂചിപ്പിച്ചെന്നറിയോ? ഈ ദീനും തഖ്വയും നമുക്കുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലെ വീട്ടിൽ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടെങ്കിൽ, നേരെ തിരിച്ച് സ്ത്രീകളോട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുള്ള വീട് സന്തോഷമുള്ള വീടാണോ? ശരിക്കും നമ്മൾ ചെറിയ കാര്യത്തിനാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ആണോ അല്ലേ? അല്ലേ? ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിങ്ങനെ കൂടി 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 വലുതായി 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 അങ്ങനെ പല ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു, നഷ്ടപ്പെടുന്നു. ഒന്ന് പറയാണ്, ഒരാൾ നല്ല രീതിയിൽ ചിന്തിച്ചാൽ ആ കുടുംബത്തിൽ നന്മ ഉണ്ടാകും. ഒരാൾ ആ കുടുംബം നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ആ കുടുംബം നശിക്കും. കുടുംബത്തിലേക്ക് കയറി വന്ന സമയത്ത് ഈ സഹോദരി എന്തോ ചില സാഹചര്യം കൊണ്ട് എന്തോ വേദനിപ്പിക്കുന്ന പ്രയാസം ഉണ്ടായി. അപ്പം അന്ന് അവൾ ശപഥം ചെയ്തു, ചില ശപഥങ്ങളെ. എന്താണ്? ഞാൻ ഈ കുടുംബം നീ കുളം തോണ്ടും. എന്താ പറയാ? കുളം തോണ്ടെന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമുണ്ടാക്കും അല്ലേ? നശിപ്പിക്കും. ഒരു പെണ്ണിന്റെ തീരുമാനം ഉണ്ടല്ലോ, ഞാൻ ഈ കുടുംബം കുളം തോണ്ടും. അതാര്? നമ്മളല്ല കേട്ടോ, അത് നമ്മളല്ല. ആലോചിച്ചോളി. അങ്ങനെ അവസാന തീരുമാനം എടുത്തു. അവിടെ വിവാഹാലോചന വരും, സാമൂഹ്യ പ്രവർത്തനം ചെയ്യും. എന്താ ചെയ്യുക? ആദ്യം ആ വിവാഹത്തെ മുടക്കുന്നത് ആരായിരിക്കും? ഈ വ്യക്തിയായിരിക്കും. എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ കുടുംബത്തിലെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്നു. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ.